കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമ്മൾ ഒരുമിച്ച് 123 എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 16 അധ്യായമാണ്. 16 അധ്യായത്തിൻ്റെ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിരുന്നു. 7ഉം 8ഉം വാക്യങ്ങൾ അല്പമായി നാം ഒരുമിച്ച് ധ്യാനിച്ചിരുന്നു. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം ദൈവമക്കൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. 15 അധ്യായത്തിൻ്റെ 18 വാക്യം മുതൽ 16 അധ്യായത്തിൻ്റെ 4 വാക്യം വരെ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപായി ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു വിലപ്പെട്ട പാഠമാണ്. അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശിഷ്യന്മാരും ലോകവുമായിട്ടുള്ള ബന്ധമാണ്. ലോകത്തിൽ നിന്ന് ശിഷ്യന്മാർ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? നമ്മൾക്കറിയാം, 13 അധ്യായം മുതൽ കർത്താവിൻ്റെ പ്രൈവറ്റ് മിനിസ്ട്രിയാണ്. 12 അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ 12 അധ്യായത്തോടുകൂടി യേശു കർത്താവിൻ്റെ പബ്ലിക് മിനിസ്ട്രി പൂർത്തീകരിക്കപ്പെടുകയാണ്. 13 അധ്യായം മുതൽ പ്രൈവറ്റ് മിനിസ്ട്രിയാണ്. അവിടെ കർത്താവ് 11 ശിഷ്യന്മാരെ വളരെ വിലപ്പെട്ട പാഠം പഠിപ്പിക്കുകയാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട പാഠമാണ് ശിഷ്യനും ലോകവുമായിട്ടുള്ള ബന്ധം. 15 അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് അവരെ പഠിപ്പിച്ചത് ലോകം ശിഷ്യനെ പകയ്ക്കും, 2 ലോകം ശിഷ്യനെ ഉപദ്രവിക്കും, 3 ലോകം ശിഷ്യനെ പള്ളിഭ്രഷ്ടരാക്കും, 4 ലോകം ശിഷ്യനെ കൊല്ലും. ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം ലോകം കാരണം കൂടാതെ ഇതുപോലെ ശിഷ്യനോട് പ്രതികരിക്കും. യജമാനായ കർത്താവിന് ഈ ലോകം അതാണ് കൊടുത്തത് എങ്കിൽ യജമാനായ ക്രിസ്തുവിനെ പിൻപറ്റുന്ന ദാസന്മാരായ ശിഷ്യന്മാർ അത് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് കർത്താവ് അവരെ പഠിപ്പിച്ചത്. 16 അധ്യായത്തിൻ്റെ 7 മുതൽ ഉള്ള വാക്യങ്ങളിൽ കർത്താവ് അവരെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പിന്നെയും പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ ഈ അന്തിമ ടീച്ചിങ്ങുകളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു. ഈ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ ലോകത്തിൽ ജയകരമായി അവർക്ക് നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവർക്ക് ആവശ്യമാണ്. 14 അധ്യായത്തിൻ്റെ 16, 17 വാക്യത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവരോട് ഈ അന്തിമമായ ടീച്ചിങ്ങിൽ പറഞ്ഞിരുന്നു. 14 അധ്യായത്തിൻ്റെ 26 വാക്യത്തിൽ പറഞ്ഞിരുന്നു. 15 അധ്യായത്തിൻ്റെ 26 വാക്യത്തിൽ പിന്നെയും കർത്താവ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവരെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ 16 അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെയാണ് ഏറ്റവും അധികം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കർത്താവ് അവരെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ലോകത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് കർത്താവ് പഠിപ്പിച്ച ശേഷം 16 അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചും അവരോട് പറഞ്ഞിരുന്നു.
16-4 വരെയുള്ള വാക്യങ്ങളിൽ പീഡനത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം 5-6 വാക്യങ്ങളിൽ അവരുടെ ദുഃഖത്തെ കർത്താവ് പിന്നെ മനസ്സിലാക്കിയാണ്. 5-6 വാക്യങ്ങൾ വായിച്ചിട്ട് 7-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു, നീ എവിടെ പോകുന്നു എന്ന് നിങ്ങളാരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ 2 വാക്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ധ്യാനിച്ചതാണ്. അന്തിമമായ പല വെളിപ്പാടുകളും കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. അതിൽ പ്രധാനമായും കർത്താവ് അവരിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോവുകയാണ്, പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് എന്നുള്ള ആ വിഷയം അവർക്ക് വളരെയധികം ദുഃഖം ഉളവാക്കി. മാത്രമല്ല 15-18 മുതൽ കർത്താവ് അവരെ പഠിപ്പിക്കുന്നത് അവർക്ക് ശക്തമായ ഉപദ്രവം ഉണ്ടാകുമെന്നാണ്. അത് പിന്നെയും അവരുടെ ദുഃഖത്തെ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ കർത്താവ് ഇതൊക്കെയും പറയുന്നത് 16-ാം അധ്യായത്തിൻ്റെ 1-ാം വചനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ്. അവരെ ദുഃഖിപ്പിക്കുവാനോ ഡിസ്കറേജ് ചെയ്യാനോ അല്ല. അവിടെ ഇങ്ങനെയാണ് തിരുവെഴുത്ത് പറയുന്നത്, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഇടറിപ്പോകുക എന്ന വാക്ക് നമ്മൾ ധ്യാനിച്ചതാണ്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം വിശ്വാസത്യാഗം സംഭവിക്കാതിരിക്കാൻ മുൻകൂട്ടി കർത്താവ് അവരോട് പറയുകയാണ്, ലോകം ഇങ്ങനെയാണ് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയുള്ള വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഇത് നേരത്തെ തന്നെ യജമാനൻ ഞങ്ങളോട് പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കി അവർ ആ സമയത്ത് ബലപ്പെടുവാൻ വേണ്ടിയാണ് ഇതൊക്കെ മുൻകൂട്ടി കർത്താവ് പറയുന്നത്. പക്ഷേ അവർക്ക് ആ സമയത്ത് ആ നിലയിൽ കാര്യങ്ങൾ ഗ്രഹിക്കാതെ പിന്നെയും 6-ാം വാക്യം പറയുന്നത്, എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. 14-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ കർത്താവ് നേരത്തെ അവരോട് പറഞ്ഞതാണ്, കർത്താവ് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുകയാണ് എന്നുള്ള ആ വെളിപ്പാട് അവരെ സന്തോഷിപ്പിക്കേണ്ടതാണ്. പക്ഷേ സന്തോഷിപ്പിക്കേണ്ടതിന് പകരം അവരിപ്പോൾ ദുഃഖത്തിലായിരിക്കുകയാണ്. കർത്താവ് പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അവർ എന്തിനു സന്തോഷിക്കണം? ഒന്ന്, കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷ പൂർത്തീകരിച്ച് പിതാവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന ആ പണ്ടത്തെ മഹത്വത്തിലേക്ക് കർത്താവ് പിന്നെയും പ്രവേശിക്കുകയാണ്. അതോർത്ത് അവർ സന്തോഷിക്കണം. മാത്രമല്ല 14-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിതാവിൻ്റെ അടുക്കൽ കർത്താവ് ചെല്ലുമ്പോൾ പിതാവിൽ നിന്ന് വാങ്ങി പരിശുദ്ധാത്മാവിനെ അവർക്ക് അയച്ചു കൊടുക്കും. അതോർത്തും അവർ സന്തോഷിക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ സമയത്തും അവർ അവരുടേതായിട്ടുള്ള ബെനിഫിറ്റുകൾ മാത്രം ചിന്തിക്കുകയാണ്. കർത്താവ് അവരെ വിട്ടുപോവുകയാണ് എന്നുള്ള കാര്യം അവരെ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. അതിനോട് ചേർന്ന് 7-ാം വാക്യം, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. 7-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഞാൻ ഈ വായിച്ചത്. എത്ര ലളിതമായിട്ടാണ് കർത്താവ് അവരോട് പറയുന്നത്, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് പ്രയോജനം. യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിലും പ്രയോജനം ഞാൻ പോകുന്നതാണ്. പലപ്പോഴും ആ കാര്യം ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ട് ഒരുപക്ഷെങ്കിൽ വന്നേക്കാം. പല ആളുകളുടെയും ഹൃദയത്തിൽ വളരെ നിഷ്കളങ്കമായി ചിന്തകൾ വന്നിട്ടുണ്ട്, കർത്താവ് ഉണ്ടായിരുന്ന സമയത്തായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന്. ആ ചിന്തകൾക്കൊക്കെ ഈ ഒരു പ്രസ്താവന ഖണ്ഡനമാണ്. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതിലും കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ അടുക്കൽ പോകുന്നതാണ് നിങ്ങൾക്ക് പ്രയോജനം. അത് പൂർണ്ണമായി ഗ്രഹിക്കണമെങ്കിൽ അടുത്ത ഭാഗം കൂടെ മനസ്സിലാക്കണം. ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പലരും ആഗ്രഹിക്കുന്നത് പോലെ കർത്താവ് അക്ഷരീകമായി അവരുടെ കൂടെ താമസിക്കുകയാണെങ്കിൽ
ഹോളി സ്പിരിറ്റ് അവരുടെ കൂടെ ഇരിക്കുവാൻ വരികയില്ല. എന്നാൽ കർത്താവ് ക്രൂശ് മരണം വഴിയായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ അടുക്കൽ പ്രവേശിച്ചാൽ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങി ശിഷ്യന്മാർക്ക് കൊടുക്കും. അതാണ് ഏറെ പ്രയോജനം. കർത്താവിൻ്റെ അക്ഷരീകമായ ഫിസിക്കൽ ബോഡിയിൽ ഒരാളുടെ കൂടെ ഒരു സമയത്തിരിക്കാം. എന്നാൽ ഹോളി സ്പിരിറ്റ് വരുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും കൂടെ ഇരിക്കും. അത് വളരെ പ്രയോജനമാണ്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് ശിഷ്യന്മാർ സുവിശേഷവുമായി പോകുമ്പോൾ കർത്താവിൻ്റെ അക്ഷരീകമായുള്ള ബോഡിയിലാണെങ്കിൽ ഒരാളുടെ കൂടെ ഇരിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഹോളി സ്പിരിറ്റ് വന്നാൽ ഓരോ ഇടങ്ങളിലേക്ക് ശിഷ്യന്മാർ പോകുമ്പോൾ ഹോളി സ്പിരിറ്റ് അവരുടെ കൂടെ എല്ലാവരുടെ കൂടെ ഇരിക്കും. മാത്രമല്ല 14-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചതാണ് അതിൻ്റെ 23-ാം വാക്യം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എന്താണ് ഇതിൻ്റെ അർത്ഥം? പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ശിഷ്യൻ്റെ കൂടെ സ്ഥിരതാമസത്തിന് ഇറങ്ങി വരും. അതെങ്ങനെയാണ്? ബൈ ദ ഹോളി സ്പിരിറ്റ്. അപ്പം കർത്താവ് 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ശിഷ്യന്മാരോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അവർ ദുഃഖത്തിലായിരിക്കുന്നത് കർത്താവ് അവരെ വിട്ടേച്ച് പോവുകയാണ് എന്നുള്ള ആ വിഷയത്തിലാണ്. അപ്പോൾ കർത്താവ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയാൽ കാര്യസ്ഥനാം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ വരും. കാര്യസ്ഥൻ എന്നുള്ള വാക്കൊക്കെ നേരത്തെയുള്ള എപ്പിസോഡുകൾ വിശദീകരിച്ചതായതുകൊണ്ട് ഇവിടെ അത് വിശദീകരിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. 7-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, ഞാൻ പോകാതിരുന്നാൽ, അവരാഗ്രഹിക്കുന്നതാണ്. പക്ഷെ കർത്താവ് പറയുകയാണ്, ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് കാര്യസ്ഥനാം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ കൂടെ വന്നാൽ പരിശുദ്ധാത്മാവ് എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ദൈവമക്കളോട് പറഞ്ഞിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രഹിച്ചില്ല എങ്കിൽ പല ടീച്ചിങ്സിൻ്റെ പിറകെ പോയി മിസ്ഗൈഡഡായി പോകുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മാനിഫെസ്റ്റേഷൻസിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഈ കാലഘട്ടത്തിൽ മാനിഫെസ്റ്റേഷൻസിന് വളരെ പ്രാധാന്യത കൊടുക്കുന്ന ഒരു പ്രവണത ഞാൻ മനസ്സിലാക്കുന്നു. മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്, ബിബ്ലിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്ന് എടുത്ത് ഞാൻ പറയട്ടെ. പക്ഷേ പരിശുദ്ധാത്മാവ് വരുന്നത് മാനിഫെസ്റ്റേഷൻ മാത്രം തരാൻ അല്ല, ക്രിയാത്മകമായി ഹോളി സ്പിരിറ്റിന് നമ്മളിൽ പ്രവർത്തിക്കാനുണ്ട്. ആ വലിയ മേജർ വിഷയങ്ങൾ, ഗൗരവമേറിയ കാര്യങ്ങൾ അവഗണിച്ചാണ് പല ആളുകളും പരിശുദ്ധാത്മ പ്രവൃത്തിയെ തെറ്റിദ്ധരിച്ച് മാനിഫെസ്റ്റേഷൻ മണ്ഡലത്തിൽ മാത്രമായിരിക്കുന്നത്. വളരെ സ്നേഹത്തോടെ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ദയവായി ഈ ദൈവവചന ഭാഗങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ പ്രാർത്ഥനയോടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, മാനിഫെസ്റ്റേഷൻ അപ്പുറമായി കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ ഉണ്ട്. അതിനാണ് ഹോളി സ്പിരിറ്റിനെ നമുക്ക് ദാനമായി തരുന്നതെന്ന് ആ സത്യം നമുക്ക് ഗ്രഹിപ്പാൻ തീരും. 8 മുതൽ 11 വരെയുള്ള വാക്യം ഞാൻ ആദ്യം വായിക്കാം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുകയുണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. അപ്പോൾ ഹോളി സ്പിരിറ്റ് എന്തിനാണ് വരുന്നത്? കർത്താവ് പറയാൻ, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയാൽ ഹോളി സ്പിരിറ്റിനെ അയക്കും.
ഹോളി സ്പിരിറ്റ് വന്നാൽ 8-ാം വാക്യം പറയുന്നത് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഈ കാര്യവും കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചതാണ്. ബോധം വരുത്തുക വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. കൺവിക്റ്റ് ചെയ്യുക, കൺവിൻസ് ചെയ്യുക ഒരു കോടതി ഭാഷയാണ്. പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ശരിക്കും ക്രോസ് എക്സാമിൻ ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് അയാൾ ചെയ്ത കുറ്റങ്ങളെ മുഴുവനും അയാളുടെ മുൻപാകെ നിരത്തി യാതൊരു നിലയിലും ഒന്നിൽ നിന്നും ഒഴിയാൻ കഴിയാതെ അയാൾ കുറ്റം സമ്മതിക്കുന്നത് പോലെ അല്ലെങ്കിൽ കുറ്റം സമ്മതിക്കേണ്ടവണ്ണം അയാളുടെ കുറ്റത്തെക്കുറിച്ച് ബോധം വരുത്തി മാനസാന്തരത്തിലേക്ക് അയാളെ നയിക്കുന്ന ആ ഒരു പ്രക്രിയ, അതാണ് ഇവിടെ ബോധം വരുത്തുക. അങ്ങനെ ലോകത്തിന് ഹോളി സ്പിരിറ്റ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ദ ഹോളി സ്പിരിറ്റ് വിൽ കൺവിക്ട് ദ വേൾഡ് ഓഫ് സിൻ. ലോകം എന്ന് അവിടെ അർത്ഥമാക്കുന്നത് അവിശ്വാസികൾ, കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിച്ചവർ. ഹോളി സ്പിരിറ്റ് ലോകത്തിൽ വരുന്നത് ടു കൺവിക്ട് the world of sin and righteousness and judgment. അതെങ്ങനെയാണ്? കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചതാണ്. The Holy Spirit does it through the believer. എന്ന് പറഞ്ഞാൽ through the church. 7-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പോൾ ശിഷ്യൻ്റെ അടുക്കലേക്കാണ് ഹോളി സ്പിരിറ്റ് വരുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പം ലോകത്തിന് പാപബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ആ വലിയ കൺവിക്ഷനും കൺവിൻസിങ്ങും പവറും റിലീസ് ചെയ്യുന്നത് ത്രൂ ദ ബിലീവർ. അതെങ്ങനെയാണ്? 15-ാം അധ്യായം 26-ാം വാക്യം, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. 27-ാം വാക്യം, നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്ക കൊണ്ട് സാക്ഷ്യം പറയുവിൻ. ശിഷ്യന്മാർ സാക്ഷ്യം പറയുന്നത് ഹോളി സ്പിരിറ്റിനാലാണ്. അവിടെ 2 സാക്ഷ്യങ്ങളല്ല, 1 വിറ്റ്നസ്. ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദ ഡിസൈപ്പിൾസ് വിൽ വിറ്റ്നസ് ടു ജീസസ്. അവർ വിറ്റ്നസ് ചെയ്യുമ്പോൾ അവിശ്വാസിക്ക് പാപബോധമുണ്ടാകും. പരിശുദ്ധാത്മാവ് വചനത്തെ അവരുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്യുവാനായി ഉപയോഗിക്കും. ഇതിന് നല്ലൊരു എക്സാമ്പിളാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രദ്ധിച്ചത്. പത്രോസിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന യഹൂദന്മാർ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ഇത് കേട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച യഹൂദൻ പ്രതികരിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്നാണ്. നമുക്കറിയാം 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഹോളി സ്പിരിറ്റ് കാത്തിരുന്ന 120 പേരുടെ മേൽ വന്നു. ധാരാളം ആളുകൾ അവിടെ കൂടി വന്നു എന്ന് തിരുവെഴുത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ സമയത്ത് പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന് 2-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പ്രസംഗം നടത്തുകയാണ്. അതിൻ്റെ അവസാന ഭാഗത്തിലാണ് ഈ കേൾവിക്കാരായ പാരമ്പര്യ യഹൂദന്മാർ അവർ കൺവിക്റ്റഡായി. കർത്താവിനെ എന്താ അവർ ക്രൂശിക്കാൻ കാരണം? കർത്താവ് ദൈവദൂഷണം പറഞ്ഞു, തന്നെത്താൻ ദൈവത്തോട് സമനാക്കി. അവർ യേശുവിനെ റിജക്റ്റ് ചെയ്തു, യേശുവിനെ ക്രൂശിച്ചു. പക്ഷേ ഇപ്പോൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ബോധ്യമായി അവർ ചെയ്തത് ഏറ്റവും വലിയ പാപമാണ്. ഈ കൺവിക്ഷൻ ആരാണ് കൊണ്ടുവരുന്നത്?
ദാറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഒരു മനുഷ്യനും ആരെയും കൺവിക്റ്റ് ചെയ്യാനോ കൺവിൻസ് ചെയ്യാനോ കഴിയത്തില്ല. പാപബോധം ഉള്ളിൽ കൊണ്ടുവരുന്നത് തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. എക്കാലത്തും കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ ആത്മാവിൽ നിറച്ച് ആത്മാവ് അവരിലൂടെയാണ് ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത്. ഏത് പാപമാണ് എന്ന് 9-ാം വാക്യം നമ്മൾ വായിച്ചാൽ വളരെ തെളിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും. അപ്പം ഇവിടെ പരാമർശിക്കുന്ന പാപം ബഹുവചനത്തിലല്ല, ഏകവചനത്തിൽ പാപം. ആ പാപം അൺബിലീഫ്. അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും. അതാണ് പ്രധാനപ്പെട്ട സിൻ. മറ്റ് പാപങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് ബോധ്യം വരുത്തും. എന്നാൽ ഈ കോണ്ടെക്സ്റ്റിൽ ദ മെയിൻ സിൻ ഇസ് റിജക്റ്റിംഗ് ദ ഡീറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവിശ്വാസികളായ യഹൂദൻ അതാണ് ചെയ്തത്. 15-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം, എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായിക കൊണ്ട് എൻ്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. 22, ഞാൻ വന്നവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു, ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല. ഇപ്പം കർത്താവ് പറഞ്ഞ വചനങ്ങൾ അവർ റിജക്റ്റ് ചെയ്തു. ഇതൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ അറിവില്ലായ്മ ചെയ്തു എന്ന് പറയാമായിരുന്നു. ഇനി അവർക്ക് ഒഴികഴിവില്ല. ബിക്കോസ് ഹി സ്പോക്ക് ദ ട്രൂത്ത്. പരിശുദ്ധാത്മ പൂർണ്ണനായ ക്രിസ്തു വചനം പറഞ്ഞു. മാത്രമല്ല 24-ാം വാക്യം, മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു, ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് വചനവും കൊടുത്തു. കർത്താവിൻ്റെ സ്വഭാവം അവർക്ക് വെളിപ്പെടുത്തി. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവരുടെ മുൻപിൽ ചെയ്തു. വചനവും പ്രവൃത്തികളും അവരുടെ മുൻപിൽ ചെയ്തിട്ടും യഹൂദൻ കർത്താവിനെ തിരസ്കരിച്ചു. ദിസ് അൺബിലീഫ് ഈസ് സിൻ. അതാണ് അവരെ നരകത്തിൽ കൊണ്ടെത്തിക്കാൻ പോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സേവിങ് ഫെയ്ത്ത്, സൂപ്പർഫിഷ്യൽ ഫെയ്ത്ത് എന്ന വിശ്വാസത്തെ തന്നെ തിരിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചിരുന്നു. യഥാർത്ഥ വിശ്വാസം ഒരാളിൽ ഓപ്പറേറ്റ് ആകുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ അത് എവിഡൻ്റ് ആകും. യേശു ദൈവത്തിൻ്റെ പുത്രനെന്ന് പ്രിയ സഹോദരനോ സഹോദരിയോ വിശ്വസിക്കുന്നെങ്കിൽ യേശുവിൻ്റെ വചനം കൃത്യമായി പ്രമാണിച്ചിരിക്കും. ദാറ്റ് ഈസ് ദ പ്രൂഫ് that you believe in Jesus and that you love the Lord. അല്ലാതെ കർത്താവേ കർത്താവേ എന്ന് വായ്കൊണ്ട് പറഞ്ഞിട്ട് വചനം പ്രമാണിക്കുന്നില്ല എങ്കിൽ ആ വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസമല്ല. ദാറ്റ് ഈസ് സൂപ്പർഫിഷ്യൽ ഫെയ്ത്ത്. അപ്പോൾ കർത്താവ് 16-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഹോളി സ്പിരിറ്റ് വരുമ്പോൾ ലോകത്തിന് കൺവിക്ഷൻ കൊണ്ടുവരും, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. എങ്ങനെയാണ്? ത്രൂ ദ ബിലീവർ, ത്രൂ ദ ചർച്ച്. എന്നാൽ 9-ാം വാക്യം വളരെ വ്യക്തമാക്കുന്നു. പാപത്തെക്കുറിച്ച് എന്നെഴുതിയിരിക്കുന്നത് അൺബിലീഫ്, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്ന ആ വലിയ പാപം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ഹോളി സ്പിരിറ്റാണ് ശിഷ്യന്മാരുടെ പ്രസംഗത്തിലൂടെ, വചനത്തിലൂടെ ലോകത്തിന് കൺവിക്ഷൻ കൊണ്ടുവരുന്നത്. കൺവിക്ഷൻ കൊണ്ടുവരുമ്പോൾ 2 റെസ്പോൺസാണ്. ഒന്നുകിൽ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം സ്വീകരിച്ച് അവൻ്റെ വചനം അനുസരിച്ച് അവൻ്റെ ശിഷ്യരാകും, അല്ലെങ്കിൽ റിജക്റ്റിംഗ് ജീസസ്. ദർ ഈസ് ഓൺലി 2 റെസ്പോൺസ്. എൻ്റെ കേൾവിക്കാരായ പ്രിയ സഹോദരി സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ഇൻ റിഗാർഡ് ടു ജീസസ് ക്രൈസ്റ്റ്? അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനെന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നെങ്കിൽ അവൻ്റെ വചനം മുഴുവനും അനുസരിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? അതോ യേശുവിനെ നിഷേധിച്ച് അവിടുത്തെ വചനങ്ങൾ നിഷേധിക്കുന്ന ആളാണോ? നമുക്ക് മുന്നോട്ട് പോകാം.
പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ച്. 10-ാം വാക്യത്തിലാണ് അതിൻ്റെ വിശദീകരണം. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ലോകത്തിന് ഹോളി സ്പിരിറ്റ് വിശുദ്ധന്മാരിലൂടെയാണ് കൺവിക്ഷൻ കൊണ്ടുവരുന്നത്. യേശുക്രിസ്തുവിൻ്റെ ലൈഫാണ് പിതാവാം ദൈവത്തിന് പ്രസാദമുള്ള ലൈഫ്. യേശുവിൻ്റെ ലൈഫിലൂടെയാണ് ഇതുപോലെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന് ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. യേശുവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലയളവിൽ അവിടുത്തെ ലൈഫ് കൊണ്ട് തന്നെ കർത്താവ് ഇരുട്ടിലുള്ള ജനത്തിന് വെളിച്ചം കൊണ്ടുവന്നിരുന്നു. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 19 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഈ കാര്യങ്ങൾ നമുക്ക് വളരെ തെളിച്ച് കാണുവാനായിട്ട് കഴിയും. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ വെളിച്ചത്തിങ്കലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കലേക്ക് വരുന്നു. യേശുവിൻ്റെ ലൈഫ് ഇറ്റ് വാസ് ലൈറ്റ്. പലരും ആ ലൈറ്റിൽ വരാതെ അവോയ്ഡ് ചെയ്തവർ അവരുടെ പാപത്തെ സ്നേഹിച്ചതുകൊണ്ടാണ്. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 10-ാം വചനത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനിയും എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും. ലോകത്തിൽ നിന്ന് കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷ പൂർത്തീകരിച്ച് പിതാവിൻ്റെ അടുക്കലേക്ക് പോയി കഴിയുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവസഭയിലൂടെ കർത്താവിൻ്റെ സ്വഭാവം വെളിപ്പെട്ടു വന്ന് ആ നീതിപ്രവൃത്തി ആണ് ഹോളി സ്പിരിറ്റ് ലോകത്തെ ബോധം വരുത്തുന്നത്. ശിഷ്യൻ്റെ ലൈഫാണ് ഹോളി സ്പിരിറ്റിനാൽ എംപവേർഡായിട്ടുള്ള ക്രിസ്തു സ്വഭാവത്തിന് അനുരൂപമായ ലൈഫാണ് ലോകത്തെ ബോധം വരുത്തുവാൻ ഹോളി സ്പിരിറ്റ് ഉപയോഗിക്കുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ന്യായവിധി 11-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. അവിശ്വാസികളായ ആളുകൾ ദേ ആർ കൺട്രോൾഡ് ബൈ ദ ഡെവിൾ. ഡെവിളിനെ ന്യായം വിധിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ നിയന്ത്രണത്തിൽ പെട്ടിരിക്കുന്ന എല്ലാവർക്കും ന്യായവിധി തന്നെയാണ് വരാൻ പോകുന്നത്. അവിശ്വാസികളുടെ യജമാനൻ പിശാചാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതിന് വചനാടിസ്ഥാനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 44-ൽ അവിശ്വസിക്കുന്ന പാരമ്പര്യ യഹൂദനോട് അവരുടെ പള്ളിയിൽ കയറി യേശു പറഞ്ഞത്, നിങ്ങൾ പിശാചിൻ്റെ മക്കളാണ്. അതെന്താണ് അങ്ങനെ കർത്താവ് പറയാൻ കാരണം? കാരണം നിങ്ങൾ പിശാചിൻ്റെ പ്രവൃത്തികളാണ് ചെയ്യുന്നത്. നിങ്ങൾ കള്ളം പറയുന്നു, കൊല്ലുന്നു, ഇതൊക്കെ പിശാചിൻ്റെ പ്രവൃത്തികളാണ്. നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ടാൽ നിങ്ങളുടെ അപ്പൻ ആരാണെന്നറിയാം. ഇതാണ് കർത്താവ് അവരോട് പറഞ്ഞത്. പിശാചിനാൽ നിയന്ത്രിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ച അവിശ്വാസികൾക്ക് ന്യായവിധിയുണ്ട്. God is going to judge them. ആ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് ഹോളി സ്പിരിറ്റ് ചർച്ചിലൂടെ ലോകത്തിന് ബോധം വരുത്തും. എത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ക്രിയാത്മകമായ കാര്യങ്ങൾ ചർച്ചിലൂടെ ചെയ്യുവാനാണ് ഹോളി സ്പിരിറ്റ് വരുന്നത്. ദുഃഖിതരായിരിക്കുന്ന ശിഷ്യന്മാരോട് പറയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ദ ഹോളി സ്പിരിറ്റ് വിൽ കം. ഹോളി സ്പിരിറ്റ് വരുമ്പോൾ ഇൻ റിലേഷൻ ടു ദ വേൾഡ് he is going to use you disciples to convict the world of sin, of righteousness and judgment. Sin എന്ന് പറയുമ്പോൾ അവിടെ unbelief in Jesus Christ. Righteousness എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്.
അതാണ് റൈറ്റ് വേ ഓഫ് ലിവിങ്. ഒരു വാക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കർത്താവായ യേശുക്രിസ്തു അനീതിയുള്ളവനെന്നാണ് യഹൂദന്മാർ തെറ്റിദ്ധരിച്ചവനെ ക്രൂശിച്ചത്. പക്ഷേ 3-ാം ദിവസം കർത്താവിനെ ഉയർപ്പിച്ച് സ്വർഗം പ്രഖ്യാപിച്ചു, ഇവനാണ് നീതിമാൻ, ഹി ഈസ് ദ സൺ ഓഫ് ഗോഡ്. കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ എംപവർമെൻറ്റിൽ ക്രിസ്തു സ്വഭാവത്തോട് അനുദിനം അനുരൂപമാകും. ദൈവത്തോടുള്ള ബന്ധത്തിൽ നീതി പ്രവൃത്തി ദൈവസഭയിലൂടെ വെളിപ്പെടും. ആ നീതി പ്രവൃത്തി പരിശുദ്ധാത്മാവ് ലോകത്തിന് മുൻപിൽ അവർക്ക് കൺവിക്ഷൻ കൊണ്ടുവരും. പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നത് ചർച്ചിലൂടെയാണ്. നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്നത് ചർച്ചിലൂടെയാണ്. എങ്ങനെയാണ് ലോകം ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കേണ്ടത് എന്ന് വിശുദ്ധൻ്റെ ജീവിതം കണ്ടിട്ടവന് കൺവിക്ഷൻ വരത്തക്കവണ്ണം ഹോളി സ്പിരിറ്റിൻ്റെ പ്രവൃത്തി ചർച്ചിലൂടെ വെളിപ്പെടും. 3, ന്യായവിധിയെക്കുറിച്ച്. God will judge the world because the one who is controlling the world is condemned. He is judged already. അതിൻ്റെ ക്ലൈമാക്സ് ആണ് നിത്യ നരകത്തിലേക്ക് പിശാചിനെ തള്ളിയിടുന്നു എന്ന് വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ what the Holy Spirit will do in relation to the believer അല്ലെങ്കിൽ in relation to the disciples. ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിക്കുവാൻ കഴിവില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇനിയും വളരെ നിങ്ങളോട് പറയുവാൻ ഉണ്ട്. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ കർത്താവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ പോവുകയാണ്. ആ സമയത്താണ് ഈ ഡിസ്കോഴ്സ് നടക്കുന്നതെന്ന് നമുക്കറിയാം. ഇനിയും വളരെ നിങ്ങളോട് കാര്യങ്ങൾ പറയാനുണ്ട്. 3-3.5 വർഷം കർത്താവ് അവരുടെ കൂടെ ഇരുന്ന് ദൈവരാജ്യത്തിൻ്റെ ധാരാളം ടീച്ചിങ്സ് കൊടുത്തിട്ടും കർത്താവിന് പറയാനുള്ളത് വളരെ നിങ്ങളോട് പറയാൻ ഉണ്ട്. പറയേണ്ടതെല്ലാം പറഞ്ഞ് പൂർത്തീകരിച്ചിട്ടില്ല, ഇനിയും പറയാനുണ്ട്. എന്നിട്ട് കർത്താവ് 2-ാം ഭാഗത്തിൽ, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിക്കുവാൻ കഴിവില്ല. അതുകൊണ്ട് തുടർന്ന് കർത്താവ് പല കാര്യങ്ങൾ പറയാതെ റിഫ്രൈൻ ചെയ്യുക. നിങ്ങൾക്ക് വഹിക്കാൻ കഴിയത്തില്ല. This is the example of a good leader, a good teacher. അവരുടെ മാനസിക സ്ഥിതി മനസ്സിലാക്കി ഇതിനപ്പുറത്ത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല എന്ന് കർത്താവ് മനസ്സിലായി. കർത്താവ് പറയുകയാണ്, I have a lot of things to tell you, but not now. കാരണം നിങ്ങൾക്കിപ്പോൾ വഹിക്കാൻ കഴിയത്തില്ല. അതെന്താ? 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം പറയുന്നത്, they are full of grief. ഇതിനപ്പുറത്തുള്ള വെളിപ്പാടുകൾ ഇനിയും അവർക്ക് മനസ്സിലാകില്ല. ആ അർത്ഥത്തിലാണ് കർത്താവ് ആ 12-ാം വചനത്തിൽ പറയുന്നത്. എന്നിട്ട് 13-ാം വാക്യം, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. എനിക്ക് ധാരാളം കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, പക്ഷേ ഇപ്പോൾ പറയുന്നില്ല, കാരണം നിങ്ങൾക്കത് വഹിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് ഹോളി സ്പിരിറ്റിൻ്റെ റോളാണ് കർത്താവ് ഇനിയും ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ 13-ാം വാക്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവിടെ കർത്താവ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, സത്യത്തിൻ്റെ ആത്മാവ് എന്ന് ഹോളി സ്പിരിറ്റിനെ സംബോധന ചെയ്യുന്നു. അത് ഇവിടെ മാത്രമല്ല, 14-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, 15-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, ഇവിടെയെല്ലാം ഹോളി സ്പിരിറ്റിനെ ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് അങ്ങനെയാണ് വിളിക്കുന്നത്. സത്യത്തിൻ്റെ ആത്മാവ്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പ്ലീസ് ലിസൺ കെയർഫുള്ളി. നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് വ്യാപരിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഉൾപ്പെട്ട സഭയിൽ ഹോളി സ്പിരിറ്റാണ് വ്യാപരിക്കുന്നതെങ്കിൽ, the Spirit will never lead you to false doctrines. വ്യാജമായതിലേക്ക്
നയിക്കുന്നവൻ അല്ല സത്യത്തിൻ്റെ ആത്മാവ്. ഇവിടെ എഴുതിയിരിക്കുന്ന സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്താണ് സത്യത്തിലേക്ക് വഴി നടത്തും? വാട്ട് ഈസ് ദ ട്രൂത്ത്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നമ്മളൊരിക്കൽ പഠിച്ചതാണ്. അതിൻ്റെ 31-32 വാക്യം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, ഇത് പറഞ്ഞിട്ട് 32-ാം വാക്യം, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കും എന്ന് പറഞ്ഞിട്ട്, കണ്ടിന്യൂലി അബൈഡ് ഇൻ മൈ വേർഡ് എന്ന് പറഞ്ഞിട്ട്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതാണ് 32-ാം വാക്യം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്താ സത്യം? ദ വേർഡ്, ജീസസിൻ്റെ ടീച്ചിങ്. യോഹന്നാൻ 17:17 ഞാൻ ഇതിനോട് ചേർന്ന് വായിക്കാം. യോഹന്നാൻ 17:17, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. യോഹന്നാൻ 14:6 നമുക്ക് മനപ്പാഠം അറിയാം. ജീസസ് പറഞ്ഞു, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ജീസസ് ഈസ് ദ ട്രൂത്ത്, ഹിസ് വേർഡ് ഈസ് ദ ട്രൂത്ത്. അപ്പോൾ ഹോളി സ്പിരിറ്റ് സകല സത്യത്തിലും വഴി നടത്തുമെന്ന് പറഞ്ഞാൽ ദി മീനിങ് ഈസ് വെരി പ്ലെയിൻ, ഇറ്റ് ഈസ് ക്ലിയർ. യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട തിരുവെഴുത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കും. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. Everything that Jesus taught is the truth. And when the Holy Spirit comes, He will lead you into the truth. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, സത്യം ദൈവത്തിൻ്റെ വചനമാണ്. If the Spirit of God is working in you, He will lead you into all the truth of God's word. അതാണ് നമ്മൾക്കവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പം ബ്രിങ്ങിങ് ഓഫ് ഗോഡ്സ് ട്രൂത്ത് ടു ദ പീപ്പിൾ, അതിന് വേറൊരു വാക്ക് നമുക്ക് പറയാൻ കഴിയും, വെളിപ്പാട്. ദൈവവചനത്തിനകത്തെ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശിഷ്യന്മാർക്ക് ബോധ്യമാക്കി കൊടുക്കും, അവരെ അതിൽ നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഹോളി സ്പിരിറ്റ് സ്വന്തമായി അവിടുത്തെ ഇഷ്ടമൊന്നുമല്ല പറയുന്നത്. ഇവിടെ നമ്മൾ വളരെ കെയർഫുള്ളായാൽ നമ്മൾ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കിയതാണ്, God is a triune God. In the Trinity there is unity. അപാരമായ ഐക്യതയാണ് ത്രിയേക ദൈവത്തിൽ നമ്മൾ കാണുന്നത്. പുത്രനായ യേശു വന്നപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മളത് പഠിച്ചതാണ്. അവിടുത്തെ ഐഹിക ശുശ്രൂഷ കാലയളവിൽ 19 മുതലുള്ള വാക്യത്തിൽ, ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രൻ അവണ്ണം തന്നെ ചെയ്യുന്നു. പുത്രനായ യേശു ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ പിതാവിനെ അനുസരിച്ചു. പിതാവ് കാണിച്ചു കൊടുത്തത്, പിതാവ് പറഞ്ഞത്, അതാണ് പുത്രൻ ചെയ്യുന്നത്. ഇതുപോലെ ഹോളി സ്പിരിറ്റ് സ്വന്തമായി ഒന്നും ചെയ്യില്ല. പിതാവും പുത്രനും പറയുന്നത് മാത്രമേ ചെയ്യുകയുള്ളൂ. അതാണ് 13-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് നമ്മൾ കാണുന്നത്. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. സ്വന്തമായിട്ടൊന്നും ചെയ്യത്തില്ല. What the Father says, what the Son says, the Spirit will say. But triune Godinagate വലിയ യൂണിറ്റിയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അവിടെ ഒരു കാര്യം, വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രൈമറി ആപ്ലിക്കേഷൻ ഈ 11 ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ നമുക്കത് ചിന്തിക്കാം. 14-ാം അധ്യായത്തിൻ്റെ
26 വാക്യം, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഹോളി സ്പിരിറ്റ് ശിഷ്യന്മാർക്ക് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആത്മാവ് വന്നപ്പോൾ എല്ലാം ഓർമ്മപ്പെടുത്തി. അങ്ങനെയാണ് സ്ക്രിപ്റ്റേഴ്സ് എഴുതിയത്, ദ ഗോസ്പെൽസ്. ഇവിടെ 13 വാക്യത്തിൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഡീപ്പർ ട്രൂത്ത്സ്. കർത്താവ് പഠിപ്പിച്ച കാര്യം എല്ലാം പറയുന്നില്ല, പക്ഷേ അതിനപ്പുറത്ത് വേറൊന്നുമല്ല, അതിൻ്റെ ഡെപ്തുകൾ അവർക്ക് ബോധ്യമാകും. അതാണ് ലേഖനങ്ങളിൽ നമ്മൾക്ക് പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലന്മാർ എഴുതിയപ്പോൾ, ദൈവദാസന്മാർ എഴുതിയപ്പോൾ നമുക്ക് ലേഖനങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നിട്ട് 13 വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. വെളിപ്പാട് പുസ്തകം വരുവാനുള്ള സംഭവങ്ങളാണ്. അപ്പോൾ പ്രൈമറി ആപ്ലിക്കേഷൻ ഈ 11 പേരോടുള്ള ബന്ധത്തിൽ, സ്ക്രിപ്ചറിനോടുള്ള ബന്ധത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. കർത്താവ് സംസാരിച്ചത് എല്ലാം ഗോസ്പെൽസിൽ അവരെ റിമൈൻഡ് ചെയ്തു. അതിൻ്റെ ഡീപ്പറായിട്ടുള്ള ട്രൂത്ത്, അല്ലാതെ ആ ഗോസ്പൽ കർത്താവ് വെളിപ്പെടുത്തിയ കാര്യത്തിന് ഖണ്ഡനമല്ല എപ്പിസിൽസ്. അതിൻ്റെ ഡീപ്പർ ട്രൂത്ത് എഗെയിൻ ദ ഹോളി സ്പിരിറ്റ് സ്പോക്ക്. കാരണം 12 വചനത്തിൽ നമുക്ക് കർത്താവ് പറയുകയാണ്, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ബട്ട് വെൻ ദ സ്പിരിറ്റ് കംസ് ഹി വിൽ ലീഡ് യു ഇൻ ടു ട്രൂത്ത്, ഹി വിൽ ഗൈഡ് യു ഇൻ ടു ദ ട്രൂത്ത്. വി ഗോട്ട് ദി എപ്പിസൽസ്. വരുവാനുള്ളത്, ദ ബുക്ക് ഓഫ് റെവലേഷൻ പ്രൊഫറ്റിക്കലായി യോഹന്നാനെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു സെക്കൻഡറി ആപ്ലിക്കേഷൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും when the Holy Spirit comes, പ്രൊഫറ്റിക്കൽ അട്ടറൻസ് ഇന്നും ദൈവസഭയിലുണ്ട്. ബട്ട് അത് സ്ക്രിപ്ചറൽ ഫൗണ്ടേഷന് അപ്പുറമല്ല. വെളിപ്പാടുകളും ദൂതുകളും എല്ലാം അതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗാഡ്സ് ഹോളി സ്ക്രിപ്ചേഴ്സ്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കട്ടെ. 13 വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിച്ചിട്ട് 14 വാക്യത്തിലേക്ക് പ്രവേശിക്കാം. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. 14 വാക്യം, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് എന്നെ മഹത്വപ്പെടുത്തും. 15 വാക്യത്തിൽ പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം പിതാവും പുത്രനും പറയുന്നതാണ്. പ്രത്യേകം 14 വാക്യം ശ്രദ്ധിക്കുക. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഹോളി സ്പിരിറ്റാണോ വ്യാപരിക്കുന്നത് എന്ന് ഒരു മീറ്റിങ്ങിൽ ഡിസേൺ ചെയ്യാൻ ഈ വചന അടിസ്ഥാനത്തിൽ ഒരു ക്ലൂ ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കട്ടെ. ഇഫ് ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ഹി വിൽ ഗ്ലോറിഫൈ ജീസസ്. അല്ലാതെ ശുശ്രൂഷകനെ പ്രൊമോട്ട് ചെയ്യുന്നതോ ശുശ്രൂഷകനെ മഹത്വപ്പെടുത്തുന്നതോ ഇറ്റ് ഈസ് നോട്ട് ദ ഹോളി സ്പിരിറ്റ്. പ്രസംഗമാകട്ടെ, ദൂതാകട്ടെ, രോഗസൗഖ്യമാകട്ടെ, എന്തുമാകട്ടെ, ഹോളി സ്പിരിറ്റ് കംസ് ടു ഗ്ലോറിഫൈ ജീസസ് ക്രൈസ്റ്റ്. ഇത് വളരെ വളരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മളിവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പലയിടങ്ങളിലും പല കാര്യം നടക്കുന്നുണ്ട്, ബട്ട് സ്വന്തമായിട്ട് ആളുകൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. എത്ര എവിഡൻ്റായിട്ടാണ് ഈ മാധ്യമങ്ങളിൽ നമ്മളിത് കാണുന്നത്. പക്ഷേ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ആത്മാവ് വരുന്നത് ജീസസിനെ ഗ്ലോറിഫൈ ചെയ്യാനാണ്. ജീസസിനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് തന്നെത്താൻ പ്രൊമോട്ട് ചെയ്യുന്ന എത്ര കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ടൊരാൾ തന്നെത്താൻ പ്രൊജക്റ്റ് ചെയ്ത് ഗ്ലോറിഫൈ ചെയ്യുന്നത്, ഇറ്റ്സ് നോട്ട് ദ ഹോളി സ്പിരിറ്റ്. ദ ഹോളി സ്പിരിറ്റ് കംസ് ടു ഗ്ലോറിഫൈ ജീസസ് ആൻഡ് ജീസസ് അലോൺ.
ദൈവമക്കൾക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകട്ടെ. 14-15 വാക്യം ഒരു പ്രാവശ്യം കൊണ്ട് വായിച്ചിട്ട് ഞാൻ നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. അവന് എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ജീസസിൻ്റെ ഐക്യ ജീവിതകാലത്ത് ശുശ്രൂഷയിൽ he glorified the Father, and when the Holy Spirit comes he will glorify Jesus. 15 പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പാഠം വളരെ സംക്ഷിപ്തമായിട്ടാണ് നമ്മൾ ചിന്തിച്ചത്. 16-ാം അധ്യായം 15 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ആദ്യത്തെ 4 വാക്യങ്ങൾ 15-18 ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പേഴ്സിക്യൂഷനെ കുറിച്ച് കർത്താവ് പറഞ്ഞിട്ട് 15-26-27 വാക്യത്തിൽ പേഴ്സിക്യൂഷൻ്റെ നടുവിലും ശിഷ്യന്മാരിലൂടെയുള്ള സാക്ഷ്യനിമിത്തം കർത്താവ് സഭയിലൂടെ അവരുടെ സാക്ഷിൻ വചനത്താൽ ഹോളി സ്പിരിറ്റിനാൽ ലോകത്തിന് കൺവിക്ഷൻ കൊണ്ടുവരും. 8-ാം വാക്യം പറയുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അത് ലോകത്തോടുള്ള ബന്ധത്തിൽ, ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ശിഷ്യന്മാരെ വചന സത്യത്തിലേക്ക്, വചന വെളിപ്പാടിലേക്ക് പരിശുദ്ധാത്മാവ് ഇറക്കും. അവരോടുള്ള ബന്ധത്തിൽ പ്രൈമറിയായ ആപ്ലിക്കേഷനുണ്ട്. ഇന്ന് ജീവനോടെ ആയിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ഈ വചനത്തിലൂടെ, എഴുതപ്പെട്ട വചനത്തിലൂടെ വെളിപ്പാട് ഹോളി സ്പിരിറ്റ് തരും. എക്സ്ട്രാ ബിബ്ലിക്കൽ വെളിപ്പാടുകളല്ല, വചനമാണ് ഫൗണ്ടേഷൻ. അവർക്ക് വചനത്തെ എഴുതുവാനുള്ള വെളിപ്പാട് കൊടുത്തു. നമുക്ക് ആ വചനത്തിൻ്റെ വെളിപ്പാടുകൾ, ഡീപ്പറായിട്ടുള്ള ട്രൂത്ത്സ്, ജീസസിനെ കുറിച്ചുള്ള ട്രൂത്ത്സ് വെളിപ്പെടുത്തി തരും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.